എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സാമൊക്കെ എഴുതി റിസൾട്ട് വരുന്ന സമയത്ത് നോക്കാൻ സാധിച്ചില്ല. പിന്നീട് നമുക്ക് നോക്കണമെന്ന് തോന്നുമ്പോൾ നോക്കാൻ അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പലരും പറയുന്നുണ്ട് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നോക്കി, പക്ഷേ ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ലയെന്ന്, സപ്ലിമെൻ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് എത്രയൊക്കെ നമ്മുടെ റിസൾട്ട് മുമ്പേ വന്നാലും നമുക്ക് നോക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നോക്കാനായിട്ട് പറ്റും. ഓൾഡ് റിസൾട്ടുകൾ നോക്കുന്ന ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് വേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു പേജ് വരും. ഈ റിസൾട്ടിൻ്റെ ലിങ്ക് കണ്ടോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ റിസൾട്ട് എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ആ ഒരു പേജ് വരും. കണ്ടില്ലേ, ഇതാണ് ആ റിസൾട്ടിൻ്റെ പേജ്. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ, ഇതാ ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. വിവിധ റിസൾട്ടുകളാണ് കാണുന്നത്. BA-യുടെ 4th സെമ്മിൻ്റെ, അഫ്സൽ ഉലമ, റിവാലുഷൻ റിസൾട്ട്, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ ഇതാ ഷോവിങ് എൻട്രീസ് എന്ന്, അതിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് വരും. അതുപോലെ ഓരോന്ന് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ പല പല റിസൾട്ടുകളാണ് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് റിസൾട്ടുകൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതത്തെ വിവിധ റിസൾട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഷോ എൻട്രീസ് എന്ന് കണ്ടോ, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേജുകൾ ഫ്രണ്ടിൽ ഇങ്ങനെ കാണും. ഇപ്പോൾ 10 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്ര പേജുകൾ മുന്നിൽ കാണും. അതുപോലെ എത്രയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അത്ര പേജ് ഇതിൽ കാണും. അങ്ങനെ നമുക്ക് റിസൾട്ടുകൾ നോക്കാം. ഒരു പേജിൽ തന്നെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഒരുമിച്ച് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ കാണും. അതുപോലെ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്തിട്ട് കിട്ടും. BA ആണോ BCom ആണോ, അങ്ങനെ നമുക്ക് എന്തോ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നോക്കാം. അതുപോലെ മറ്റൊരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൾ കോഴ്സസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, അതിൽ കൊടുക്കുക. അപ്പോൾ ഇതാ ഒരുപാട് കോഴ്സുകൾ വന്നിട്ടുണ്ട്. ST